പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിലെ നമ്മളിനി പറയാനുള്ള പോയിന്റ്. അതായത് പണ്ടേ കണക്കെ വരുവാൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈ കാണാവുന്ന ദുഃഖങ്ങൾക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ദുഃഖങ്ങൾക്കും ക്ലേശങ്ങൾക്കും ഒക്കെ ഉള്ള കാരണം എന്താണ്? അവിദ്യയാണ്. ഈ അവിദ്യ മാറണമെങ്കിൽ എന്താണ്? അതിൻ്റെ മൂലകാരണം മാറണം. അതായത് ഒരു വ്രണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അതായത് അത് ചികിത്സിച്ച് പുറമേ മാത്രം ആ വ്രണം ഉണങ്ങിയതുകൊണ്ട് കാര്യമില്ല, അല്ല, അതിൻ്റെ ഉള്ളിൽ പഴുപ്പും കാര്യങ്ങളും ഇരുന്ന് വീണ്ടും അത് പൊട്ടി പഴുക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ആഴത്തിൽ അതിൻ്റെ വേര് തൊട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണം. അപ്പോൾ ഇവിടെ ഈ അവിദ്യ ഉണ്ടാവാനുള്ള കാരണം എന്താണോ അതിനെ നമ്മൾ മാറ്റിയെടുക്കണം. അത് മാറ്റണമെങ്കിൽ എന്താണ്? കാര്യകാരണ ചിന്ത വഴി, അതായത് കാര്യം എന്താണെന്നും കാരണം എന്താണെന്നും നമ്മൾ ചിന്തിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പരമ കാരുണികനായിട്ടുള്ള അല്ലെങ്കിൽ ആ പരമമായിട്ടുള്ള ബോധം എന്താണോ അതിനെ തന്നെ നമ്മൾ ആശ്രയിക്കണം, ഇത് മനസ്സിലാവണമെങ്കിൽ. അപ്പോൾ അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ മോഡേൺ സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ളത് ജഡം എന്നൊന്നും ഇല്ലെന്നും, ജഡം എന്ന് പറഞ്ഞാൽ മാറ്റർ, ഈ കാണാവുന്നതെല്ലാം സ്പന്ദന രൂപത്തിലുള്ള പ്രാണപ്രവാഹം, അതായത് പ്രാണന്റെ ഒഴുക്ക് ആണെന്നും നമ്മൾ മോഡേൺ സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് എനർജി ആണെന്ന് ഈ കാണാവുന്നതെല്ലാം. ആ എനർജി ജഡ നാമരൂപങ്ങളിൽ, അതായത് നമ്മൾ ഈ കാണാവുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ രൂപങ്ങളിൽ പല വസ്തുക്കളിലും ജീവികളിലുമായിട്ട് കാണപ്പെടുന്നതാണ്. മനസ്സിലായി? എനർജി ഫോം ചെയ്യുന്നതാണ് പല രൂപത്തിൽ, അത്രയേ ഉള്ളൂ. അവിടെ വരെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മോഡേൺ സയൻസ്. ഇനി എന്താണ് വേണ്ടത്? ഇതിൻ്റെ എല്ലാം മൂലകാരണം, നേരത്തെ പറഞ്ഞ പരമകാരണം എന്താണ്, അല്ലെങ്കിൽ ആ പരമകാരണ വസ്തു എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇത് തന്നെയാണ് നമ്മളുടെ ഉപനിഷത്തുക്കൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മുടെ ഭൗതിക ചിന്തകന്മാരായിട്ടുള്ളവർ, നമ്മുടെ ഋഷീശ്വരന്മാരായിട്ടുള്ളവരൊക്കെ ഇതാണ് നമുക്ക് ഉപനിഷത്തുക്കളിലൂടെയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന, അതായത് ഈ പറഞ്ഞ ഇടയിൽ കയറി വന്ന ഈ മായാലോകം മാത്രമേ ഉള്ളൂ എന്ന് നമ്മളെ ഭ്രമിപ്പിച്ച അവിദ്യയാണ് ഇതിനൊക്കെ കാരണം. അപ്പോൾ ആ വിദ്യയാണ് നമ്മൾ ആദ്യം, അതായത് അതിൻ്റെ ബേസാണ് ചികിത്സിച്ച് മാറ്റേണ്ടത്. അടിയിൽ നിന്നേ ചികിത്സ തുടങ്ങണം, അതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചികിത്സിക്കുമ്പോൾ എന്താണ്? പഴയ ബോധം നമുക്ക് വരും, അദ്വൈതമാണ്, എല്ലാം ഒന്നാണെന്നുള്ള ചിന്തയും ആ പരബ്രഹ്മത്തെ അറിയാനും സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്, പണ്ടേ കണക്കെ വരുവാൻ. പിന്നെന്താ ആവശ്യപ്പെടുന്നത്? നീ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണ. നാരായണനോട് തന്നെയാണ് പറയുന്നത്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പണ്ടേ കണക്കെ വരുള്ളൂ. അതായത് ഈ ശരിക്കും നമ്മൾ പറയില്ലേ, ഗുരുകാരുണ്യവും ഈശ്വരകാരുണ്യവും, ഇത് രണ്ടിനും ഭയങ്കര പ്രാധാന്യമാണ് നമ്മളൊരു സാധന അനുഷ്ഠാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ നിൻ കൃപാവലി, അതായത് ഭഗവാന്റെ കൃപ, ദയയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവണം. എന്തിനാണ്? അപ്പോൾ ഗുരുവിൻ്റെയും ഈശ്വരൻ്റെയും അനുഗ്രഹം ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് ഇതെല്ലാം കണ്ടുപിടിക്കാനും അറിയാനും സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാനെ നമ്മൾ സാധനാനുഷ്ഠാനം, നേരത്തെ പറഞ്ഞു, സാധന ചെയ്തുകൊണ്ടാണ് ഉപാസന അല്ലെങ്കിൽ ഒരു സാധന എടുക്കുമ്പോൾ ഗുരു ആവശ്യമാണെന്ന് പറയുന്നത്. പക്ഷെ ഗുരു ഇല്ലെങ്കിലും നമ്മൾക്കൊരു സാധനാനുഷ്ഠാനം തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഗുരു ഉണ്ടെങ്കിൽ എന്താണ്, നമുക്കതിലെ തെറ്റുകുറ്റങ്ങളൊക്കെ അപ്പോഴേക്കപ്പം കാണിച്ചെന്ന് കൃത്യമായിട്ട് നമ്മളെ ഗൈഡ് ചെയ്തിട്ട് ഇടയ്ക്ക് വീഴാതെ, വഴിതെറ്റിപ്പോകാതെ, വീണ് പൊട്ടാതെയൊക്കെ ഗുരു കൊണ്ടുപോകും റൈറ്റായിട്ട്. ശിഷ്യൻ പാകമാകുമ്പോൾ മാത്രമാണ് ഗുരു വിട്ടു പോരുന്നത്. അതല്ല, നമ്മൾ ഒറ്റയ്ക്കാണ് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നതെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീഴുമ്പോൾ നമ്മൾ സ്വയം എഴുന്നേറ്റ് നടക്കണം, ഡയറക്ഷൻ കറക്റ്റാക്കി നമ്മൾ തന്നെ എടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ അതുപോലെ ഇവിടെ ഭഗവാനോട് പറയുകയാണ്, നിൻ കൃപാവലികൾ, അതായത് പഴയ അദ്വൈതം എല്ലാം ഏകമാണെന്നുള്ളത് മനസ്സിലാക്കി തരാനായിട്ട് ഭഗവാനെ ഗുരുവായിട്ട് തന്നെയാണ് ഭഗവാനെ കാണുന്നത്, ഈശ്വരനായിട്ട് തന്നെയാണ് കാണുന്നത്. ഭഗവാനെ നീ അനുഗ്രഹിക്കണേ എന്നാണ് എഴുത്തച്ഛൻ ഭഗവാനോട് ആവശ്യപ്പെടുന്നത്.